ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്ന ലെഹങ്കയുടെ ഒരു പ്രില്ല് വെച്ചിട്ടുള്ള ഒരു സ്കേർട്ടാണ് കേട്ടോ. ഇപ്പോഴത്തെ മോഡലായിട്ട് തയ്ക്കണില്ലേ, നമ്മൾ 3 തട്ടായി തയ്ക്കലുണ്ട്. അതിൻ്റെ അടിയിലുള്ള ഒറ്റ തട്ടിലുള്ള സ്കേർട്ട് എങ്ങനെ തയ്ക്കണം എന്നുള്ളതാണ് കാണിക്കുന്നത്. അതിന് ഞാൻ നെറ്റിൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത്. ലെങ്ത്ത് നമുക്ക് 37 ഇഞ്ച് 38 ഇഞ്ചാണ് ലെങ്ത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ താഴത്തെ 9 ഇഞ്ചാണ് പ്രില്ല് എടുത്തിരിക്കുന്നത് കേട്ടോ. പ്രില്ലിനുള്ള തുണി എടുത്തിരിക്കുന്നത്. ആ പ്രില്ലിനുള്ള തുണി കൂടെ 1.5 ഇഞ്ച് കൂട്ടുക. ബാക്കിയുള്ളത് കൂടെ നമ്മളത് മടക്കി അടിക്കണമൊന്നുമില്ല. മുകളിലത്തെ പീസ് 27 ഇഞ്ച് ഉണ്ട്, പ്ലസ് 1.5 ഇഞ്ച് അതും ചേർക്കുക കേട്ടോ. 28 29 ഒക്കെ എടുക്കാം. അത് നമ്മളെ ഇഷ്ടത്തിനുള്ളതനുസരിച്ച് തയ്യൽ തുമ്പ് നമുക്ക് മുകളിലേക്ക് ഇത്തിരി കൂടി വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി കയറ്റിയെടുക്കുക. അപ്പോൾ പിന്നെ ക്രൈപ്പ് തുണി എടുത്തിരിക്കുന്നത്. ക്രൈപ്പ് തുണി നമ്മൾ അതിൽ നിന്ന് മൊത്തം 37 ഇഞ്ചാണെന്ന് വെച്ചാൽ അതിലൊരു 34 ഇഞ്ചോ 35 ഇഞ്ച് നമുക്ക് ലെങ്ത്ത് എടുത്താൽ മതി ക്രൈപ്പ് തുണി കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ നെറ്റിൻ്റെ തുണീനെ തനിയെ നമ്മൾ ചെറിയ പ്രില്ല് വെച്ചിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വേസ്റ്റ് വണ്ണം നമ്മൾ എത്രയാണോ പാവാടയുടെ അരവണ്ണം എടുക്കില്ലേ, ആ അരവണ്ണം എത്രയാണോ വണ്ണച്ച അതിലൂടെ ഒരു 5 ഇഞ്ചും കൂടി കൂട്ടിയെടുക്കുക. കാരണം നമ്മൾ കുളത്ത് വെച്ചിട്ടുള്ള അതാണ് തയ്ക്കുന്നത്. അപ്പോൾ ആ കുളത്തിനുള്ള സ്പേസ് ഒരു 4 ഇഞ്ചോ 5 ഇഞ്ചോ ചേർത്തിട്ട് വയ്ക്കുക. അപ്പോൾ നമുക്ക് കുളത്തിങ്ങനെ തടി കൂടി വെച്ചാലും കയറ്റി വയ്ക്കാം. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ക്രൈപ്പ് തുണീന് അതുപോലെ നമ്മൾ പ്രില്ല് വെച്ചിട്ടുണ്ട് കേട്ടോ. പ്രില്ല് വെച്ച് നല്ല തിക്കായി കൊടുത്തിട്ടുണ്ട്. കാരണം തടിയൊന്നും അധികം ഇല്ലാത്തതാണ്. അത് കാരണം നല്ല ഞൊറി കൊടുത്തിട്ടുണ്ട്. വട്ടത്തിൽ നന്നായി നിൽക്കാൻ വേണ്ടിയിട്ട് നല്ല പ്രില്ല് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിന് ശേഷം നമ്മൾ ആ സ്കേർട്ടിൻ്റെ ആ പ്രില്ല് 2 പ്രില്ലും കൂടി ചേർത്ത് ഒന്ന് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ എന്താ പറയുക, ലൈനിങ്ങിൽ അറ്റാച്ച് ചെയ്യാതെ ഇത് തനിയെ ചെയ്യുമ്പോൾ ഒന്നും കൂടി നുവർന്ന് വൃത്തി കിടക്കും. നിങ്ങൾക്ക് ഇത് ലാസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ചാനൽ നമ്മുടെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നമ്മൾ ഇതെങ്ങനെ തയ്ക്കുക എന്നുള്ളത് അതിന് ശേഷം അതിൻ്റെ ആ ഒരു തയ്യലിൻ്റെ തുമ്പുകൾ നൂലൊക്കെ പൊങ്ങിയെടുക്കണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക കേട്ടോ. അതിന് ശേഷം നമ്മൾ അതിൻ്റെ ആ പാവാടയാണല്ലോ, അപ്പോൾ അതിൻ്റെ സൈഡ് നമ്മളൊന്ന് കുളത്തി വയ്ക്കണതിൻ്റെ ആ ഭാഗം ഒന്ന് നമുക്ക് തയ്ച്ചെടുക്കാം. 2 സൈഡും നമുക്കൊന്ന് ഒരു 1/4 ഇഞ്ച് മടക്കിയിട്ട് ഒന്ന് തയ്ച്ചു കൊടുക്കാം. നമ്മൾ ആ അളവൊന്ന് എടുത്ത് നോക്കുക കേട്ടോ. അളവ് എടുത്തിട്ട് നമ്മൾ ആ വേസ്റ്റിൻ്റെ ആ വണ്ണം ഇല്ലേ എന്നൊക്കെ നോക്കണം. നിങ്ങൾ അടിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ആ അളവ് ഉണ്ടോ അതിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും കൂടി അഴിച്ചിട്ട് ആ പ്രില്ലൊന്നും കൂടി നൂർത്തി അടിക്കുക. നമുക്ക് നിറയെ തുണി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. തുണി ഇല്ലാത്തവരൊക്കെ വെച്ചാൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇത് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ 2 സൈഡും മടക്കി അടിക്കുക. എന്നതിന് ശേഷം ഞാനൊരു 4.5 ഇഞ്ചാണ് നമ്മൾ ആ പട്ടയ്ക്കുള്ള വീതിക്കുള്ള തുണി എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ഇഞ്ച് നമുക്ക് വീതിയും കിട്ടും. 1/2 ഇഞ്ച് 1/4 ഇഞ്ച് നമുക്ക് മടക്കി അതിൻ്റെ ഉള്ളിലേക്ക് തയ്യൽ തുമ്പ് പോകുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ആ നെറ്റ് അതിൻ്റെ മുകളിൽ ചേർത്ത് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എന്നതിന് ശേഷം കണ്ടോ, ആ തുടക്കത്തിൽ നമുക്കൊന്ന് ഉള്ളിലേക്ക് കണ്ടോ അതുവരെയുള്ളൂ നെറ്റ് കൂടുതലില്ല. അപ്പോൾ ആ നെറ്റിൻ്റെ അതുവരേക്കുള്ള പീസ് അത്രേ പീസേ ഉള്ളൂ. 4 പീസ് കറക്റ്റായിട്ടാണ് എടുത്തിരിക്കുന്നത്. 4 മീറ്ററാണ് 3.5 മീറ്ററാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിലേക്ക് സ്കേർട്ടിന് അപ്പോൾ അത്രയും പ്രില്ല് അതിലേക്ക് തന്നെ നമ്മൾ ചേർത്ത് തയ്ച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മളൊന്ന് ആ ഒരു ഉള്ളിൽ വെച്ചിട്ട് തയ്ക്കണം കേട്ടോ. പ്രില്ല് നമ്മൾ ആ പിന്നെ ക്രൈപ്പ് തുണിയുടെ മുകളിൽ വെച്ച് തയ്ക്കണം. നെറ്റിൻ്റെ മുകളിൽ ഒരിക്കലും വെച്ച് തയ്ക്കരുത്. ക്രൈപ്പിൻ്റെ മുകളിൽ വെച്ച് തയ്ക്കുക. എന്നാൽ നമുക്ക് കറക്റ്റ് മടക്കിയിട്ട് വയ്ക്കുമ്പോൾ ആ നെറ്റിൻ്റെ മുകളിൽ നമ്മൾ ആ സ്റ്റിച്ചൊക്കെ കറക്റ്റ് വൃത്തി എന്നിട്ട് ഒരു മേലടി കൊടുക്കുക. മേലടി കൊടുത്തതിന് ശേഷം മടക്കി അടിക്കുക കേട്ടോ. മടക്കി മുകളിൽ ആ അറ്റം വരെ നല്ല വൃത്തി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ മടക്കി കൊടുക്കുമ്പോൾ പിന്നെ കണ്ടോ ആ ഒരു മുകളിൽ അടി കറക്റ്റായിട്ട് കണ്ടോ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇതിൻ്റെ സ്കേർട്ടിന് പിന്നെ ടോപ്പിൻ്റെയും നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളിതിൻ്റെ ടോപ്പും വീഡിയോ നമ്മൾ ഇട്ടായിരുന്നു, ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു. നമ്മൾ ഈ ഇങ്ങനത്തെ തുണികൾ തയ്ച്ച് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വീഡിയോയിൽ ഇട്ടായിരുന്നു. നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളോട് ഒന്നും കൂടി പറയുകയാണ്. നമ്മൾ നെറ്റിൻ്റെ ഇങ്ങനത്തെ മെറ്റീരിയലൊക്കെ നമ്മൾ തയ്ച്ച് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ വാട്സപ്പ് നമ്പർ നമ്മളിതിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ നിങ്ങൾ ഇങ്ങനത്തെ മോഡൽ നിങ്ങൾ അളവ് തന്നാൽ നമ്മളിത് തയ്ച്ച് തരുന്നതായിരിക്കും. എന്നിട്ട് മുകളിൽ 2 അടി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വിളിച്ചന്വേഷിക്കാനൊക്കെ ഓർഡറുകൾ ഇങ്ങനെ വരുന്നു. അപ്പോൾ നമുക്കത് സന്തോഷമുണ്ട്. നിങ്ങൾ വിളിച്ചന്വേഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. ആ നമ്പർ ഇടുക കാരണം നിങ്ങൾ വിളിച്ചിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ നമ്മൾ ഇനി ഇതിൻ്റെ റണ്ണിങ് മെറ്റീരിയലിൻ്റെ ഒരു വീഡിയോ ഇടുന്നുണ്ട്. ഏതൊക്കെ തരം റണ്ണിങ് മെറ്റീരിയൽ നമ്മളത് ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മളൊരു വേറൊരു വീഡിയോ ഇടുന്നുണ്ട്. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലാണ് നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്ലൈ കിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ കുളത്ത് വെക്കുന്ന ഒരു ഇതില്ലേ, അതാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ആ തുണി വെച്ചിട്ട് തന്നെ കുളത്ത് വെക്കുന്നത് തയ്ക്കുന്നത്. അപ്പോൾ അത് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം കേട്ടോ. ആ കുളത്ത് വെക്കുന്ന ഭാഗം അതിനൊന്ന് മടക്കി അടിച്ചതിന് ശേഷം ഒരു 2.5 ഇഞ്ച് 3 ഇഞ്ചൊക്കെ മതി. 3 ഇഞ്ചൊന്നും വേണ്ട, 2.5 ഇഞ്ച് മതി. ആ 5 വെച്ചതിന് ശേഷം നമ്മൾ ഞൊറി ഇട്ടിട്ട് ഇങ്ങനെ കൊടുക്കുക. ചെറിയ ഒരു അപ്പോൾ ആ പാവാടയൊക്കെ കുളത്ത് ഇടാൻ പാകത്തിനുള്ളത് ഒന്ന് ആ സൈഡിലൊന്ന് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ഞൊറി പോലെ കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ 2 സൈഡ് ഈ 2 അടി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിൽ കറക്റ്റായിട്ട് നമുക്ക് ഓരോ കുളത്ത് വെക്കാനുള്ളത് കിട്ടും. പണ്ടത്തെ പാവാടകളിലൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ ഇടുമ്പോൾ നമ്മൾ അങ്ങനത്തെ ഇട്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു കുളത്ത് പോലത്തെ സാധനം വാങ്ങിയിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ. പക്ഷേ നമ്മൾ ഇതാണെന്നറിയോ, നമുക്ക് എത്ര വേണമെങ്കിലും മേലേക്ക് കയറ്റിയിട്ടൊക്കെ നമുക്ക് കുളത്തിട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് നല്ലത് ഇങ്ങനെ ഒരു കുളത്ത് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അതാകുമ്പോൾ തടി കൂടുക, നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നു വെച്ചാൽ അതൊക്കെ ചെയ്യാം. 2 സൈഡ് ഈ 2 അടി അടിക്കുക കണ്ടോ, നിങ്ങളത് ശ്രദ്ധിച്ച് നോക്ക്. ഇനി നമുക്ക് അടിയിലുള്ള പ്രില്ല് വയ്ക്കാം കേട്ടോ. ആ പ്രില്ല് വയ്ക്കാനുള്ളത് നമ്മൾ മെഷീൻ്റെ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ ആ നൂല് ടൈറ്റ് ചെയ്യണ കാര്യം പറഞ്ഞായിരുന്നു കേട്ടോ. അതായത് നമ്മൾ മെഷീനിൽ നൂല് ടൈറ്റ് ചെയ്തിട്ട് ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ട് ടൈറ്റ് ചെയ്തിട്ട് നമ്മളൊരു മീഡിയം പ്രില്ലിട്ടതാണ് കേട്ടോ. അതിൽ കണ്ടോ, പ്രില്ലല്ല സത്യത്തിൽ നമ്മൾ തുന്നുമ്പോൾ അതിൽ തന്നെ പ്രില്ല് വരുന്നുണ്ട് കണ്ടോ. നൂല് ടൈറ്റ് ചെയ്തുമ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ കുറേ കാണിച്ചിട്ടുണ്ട്, നിങ്ങളത് നോക്കുക കേട്ടോ. കണ്ടോ, ആ പ്രില്ലുകൾ നമ്മൾ അതിൻ്റെ തോനെ പീസ് വേണം കേട്ടോ. അതിന് 1 മീറ്ററിനൊക്കെ മുകളിൽ വേണം പീസുകൾ. കാരണം എന്നാലാണ് യോജിപ്പിച്ചതിന് ശേഷം ആ പാവാട അത്രയും 3.5 മീറ്ററോളം ആ പാവാട തന്നെ ഉണ്ട്. അപ്പോൾ അത്രയും ഇതിലേക്ക് പ്രില്ലിങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നല്ലൊരു തുണി തന്നെ ഇതിലേക്ക് പ്രില്ലായിട്ട് വരേണ്ട ആവശ്യം വരും. എന്നൊക്കെ കണ്ടോ, നിങ്ങൾ ആ ഒരു ഇതിലേക്ക് നമ്മൾ ആ ഒരു തുണിയിലെ അടിയിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ ആ മുകളിൽ മടക്കിയൊന്നും അടിച്ചിട്ടില്ല, വെറുതെ ആ പ്രില്ല് കൊടുത്തിട്ട് ആ തുണിയുടെ 1 ഇഞ്ച് മേലേക്കായിട്ട് തയ്ക്കുക. കാരണം വക്കിന് പിടിപ്പിക്കരുത് കേട്ടോ. കാരണം എന്താ പറയുക, വക്കിന് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അത് സ്ലിപ്പായിട്ട് പിന്നെ വേഗം കീറിപ്പോകും. കാരണം നെറ്റ് തുണിയാണ്, അത്ര ബലം ഒന്നും ഉണ്ടാവില്ല. നമ്മൾ 1 സ്റ്റിച്ചോ 2 സ്റ്റിച്ചോ ആവും കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇഞ്ച് മേലേക്കായിട്ട് നമ്മളിതിൻ്റെ പിടിപ്പിക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് കിടക്കുക. അതിന് ശേഷം നമ്മൾ ആ അടി ഒന്ന് മടക്കി അടിക്കുക കേട്ടോ. നമ്മൾ ഏറ്റവും അടിയാണ് ഇപ്പോൾ തയ്ച്ചുകൊണ്ടിരിക്കുന്നത്, പ്രില്ല് പിടിപ്പിച്ചതിന് ശേഷം. കാരണം നമ്മൾ അടി മടക്കി അടിച്ചില്ല എന്നുണ്ടെങ്കിൽ വേഗം കാലൊക്കെ തട്ടിയാലൊക്കെ പൊട്ടിപ്പോവും. നമ്മൾ കാല് വരെ ഫുൾ ലെങ്ത്തിലുള്ള പാവാടയാണ്, സ്കേർട്ടാണ് തയ്ക്കുന്നത് കണ്ടോ. അപ്പോൾ നമ്മൾ പാവാട ഏകദേശം റെഡി ആയിട്ടുണ്ട് കണ്ടോ. അടിയിൽ ലോങ് ആയിട്ട് നീളത്തിലുള്ള തുണിയാവുകൊണ്ട് കുറേ ദൂരം തയ്ക്കാനുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനത്തെയൊക്കെ മിടികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യാം കേട്ടോ. നമ്മൾ തയ്ച്ച് തരാം. നമ്മൾ കല്ലടിക്കോട് അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിലൊക്കെ ഉള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ നമ്മൾ കല്ലടിക്കോടാണ് നമ്മളെ സ്ഥാപനം. അവിടെ ദീപ ജംഗ്ഷനിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ സ്റ്റിച്ചിങ് വേൾഡ് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് വരും. മഹാനാസിൻ്റെ അവിടെ തൊട്ടടുത്താണ് നമ്മളെ ഷോപ്പ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വന്നാലും നമുക്ക് മെറ്റീരിയൽ ഇങ്ങനെയൊക്കെ അടിക്കാനുള്ള ഇത് ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ സ്കേർട്ട്, എങ്ങനെയുണ്ട് നോക്കി നോക്കൂ കണ്ടോ. അടിപൊളിയായിട്ടുണ്ട് കണ്ടോ. അതിൻ്റെ ആ വരപ്പട്ടിയും ആ കുളത്തും ആ പ്രില്ല് കണ്ടോ. കുഞ്ഞ് പ്രില്ല് വെച്ചേക്കുമ്പോൾ തടിയില്ലാത്ത ആൾക്കാരൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ഒരു നെറ്റ് വെച്ചിട്ട് ലൈനിങ് വെച്ചിട്ടൊക്കെ നമുക്ക് ഒന്നും കൂടി ചെയ്യാം കേട്ടോ. അതൊന്നും ഇല്ലാതെ നമ്മൾ ഈ ഒരു 2 തുണി വെച്ചിട്ട് തന്നെയാണ് കൂടുതൽ പ്രില്ല് ചേർത്ത് നമ്മൾ തയ്ച്ചിരിക്കുന്നത് കണ്ടോ. ഈ 2 തുണിയേ വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല ഭംഗി കിടക്കണം, നല്ലൊരു പാവാടയായിട്ട് ഇട്ടിരിക്കുന്നുണ്ട്. അതിങ്ങനെയാണ് നമുക്ക് പാവാട തയ്ക്കാൻ കേട്ടോ. നിങ്ങൾ തയ്ച്ച് നോക്കണം, നിങ്ങൾ ഇന്ന് തയ്ച്ച് നോക്കുക കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽ എങ്ങനെയാണ് തയ്ക്കുന്നത് എന്നുള്ളതൊക്കെ നിങ്ങളെ കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ അവിടെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ നിങ്ങൾ തയ്ച്ച് നോക്കുക കണ്ടോ. സൂപ്പർ പാവാട റെഡിയായി, അടിപൊളിയായിട്ടില്ലേ. അപ്പം ഇനി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.